السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. قال الله عز وجل. ഏറ്റവും സ്നേഹാദരം നിറഞ്ഞ ജുമാ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും പൊരുത്തപ്പെട്ട ഒരു അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, മറ്റു നിലക്ക് നമ്മോട് ബന്ധപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ ദിവസത്തിന്റെ മദ്രസിന്റെ ഹജ്ജാവ് ബറക്കത്ത് കൊണ്ട് അവിടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവരെയും നമ്മെയും നമ്മുടെ അഹലുകാരെയും ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെ കൂടുതൽ ഒരു സബബായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ദുൽഖഅദ 27 ആണ്. നാളെ ശനിയാഴ്ച 28, മറ്റന്നാൾ ഞായറാഴ്ച 29. ഞായറാഴ്ച മഗ്രിബോടുകൂടെ മാസപ്പിറവി ദർശിക്കുകയാണെങ്കിൽ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇല്ലെങ്കിൽ 30 ദുൽഖഅദ 30 പൂർത്തിയായി ചൊവ്വാഴ്ചയായിരിക്കും ദുൽഹിജ്ജ 1 വരിക. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മഹത്തരമായ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരായത്ത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചത്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ, ബഹുമാനിച്ചതിനെ ഒരാൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയഭക്തി നിറക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കേണ്ട, ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇദാ റഅയ്തുമുൽ ഹിലാല ദുൽഹിജ്ജയുടെ മാസപ്പിറവി നിങ്ങൾ കണ്ടാൽ, വഅറാദ അഹദുക്കും, നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, അയ്യുദഹിയ, ഉദഹിയത്ത് കർമ്മം ഉദ്ദേശിച്ചവരുണ്ടെങ്കിൽ, ഫൽയംസിക് അൻ ശഹരിഹി വഅദ്ഫാരിഹി, അവന്റെ ശരീരത്തിൽ നിന്നും രോമങ്ങളെയോ അവന്റെ നഖമാകുന്ന കൈയിന്റെയും കാലുകളുടെയും നഖങ്ങളെയോ അവൻ ഒഴിവാക്കരുതേ, മുറിച്ചു കളയരുതേ എന്ന് ശഫീഉൽ വറ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഉദഹിയത്ത് കർമ്മത്തിൽ ഭാഗമായിട്ടുണ്ടെങ്കിൽ, ആ കർമ്മം നിർവഹിക്കുന്നുണ്ടെങ്കിൽ, അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞായറാഴ്ച മഗ്രിബിന്റെ മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരിക്കണം. കൈയുടെയും കാലിന്റെയും നഖങ്ങൾ മുറിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാഗങ്ങളിലുള്ള രോമങ്ങളെ, തലയിൽ നിന്ന് മുടി മുറിക്കാനുണ്ടെങ്കിൽ അത് കളയുക, അതുപോലെ തന്നെ താടിയിൽ നിന്ന് കളയാനുണ്ടെങ്കിൽ അത് കളയുക, അതുപോലെ തന്നെ കക്ഷരോമങ്ങളെയും ഗുഹ്യഭാഗങ്ങളിലുള്ള രോഗങ്ങളൊക്കെ കളയുക ഞായറാഴ്ച അസ്തമിക്കുന്നതിന് മുമ്പായി ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ ദുൽഹിജ്ജ കടന്നു കഴിഞ്ഞാൽ, ദുൽഹിജ്ജ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഉദഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത് വരെ അവന്റെ ശരീരഭാഗങ്ങളിൽ നിന്നും അത് ഒഴിവാക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് സുന്നത്തായ ഒരു കാര്യമാണ്, നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇത് അറിവ് നടത്തുന്ന ആളുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ മസാല പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരാൾക്ക് പല്ലുവേദന ഉണ്ട്, മുടി രോഗങ്ങൾ മാത്രമല്ല, അവന്റെ ശരീരത്തിൽ നിന്നും ഒന്നും ഒഴിവാക്കാൻ പാടില്ല. ഇനി ഒരു പല്ലുവേദന, വല്ലാത്തൊരു വേദന അവൻക്കുണ്ട്, ആ പറിച്ചു മാറ്റിയല്ലാതെ രക്ഷയില്ലെങ്കിൽ ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിൽ അവനത് ഒഴിവാക്കുന്നതിനും വിരോധമില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ബഹുറത്തിന്റെ ഘട്ടമാണല്ലോ, ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ ഘട്ടമാണല്ലോ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത വളരെ ശ്രേഷ്ഠമായ മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്ന് ശഫീഉൽ വറ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറയുകയാണ്, യുഅല്ലിമൂന 13
വർഷത്തിൽ 3 പത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തുനബി പറയുകയാണ്, ആ 3 പത്തുകളെ എന്നറിയുമോ? 3 പത്തുകളെ എന്നറിയുമോ? അൽ അശ്റുൽ അഖീറു മിൻ റമളാന, റമളാനിലെ അവസാനത്തെ പത്തുണ്ടല്ലോ, റമളാനിലെ അവസാനത്തെ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച പത്തുകളാണ്. ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, വൽ അശ്റുൽ അവ്വലു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ഇതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ആദരിച്ച 10 ദിവസങ്ങളാണ്. മൂന്നാമതായി പറയുന്നത് വൽ അശ്റുൽ അവ്വലു മിൻ മുഹറം, മുഹറമിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. ഈ 3 മാസങ്ങളിലെ 10കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചു ആദരിച്ചതാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മാ മിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹ് അൻ യുതഅബ്ബദ ലഹു ഫീഹാ മിൻ ദിൽ അശ്റാം. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളുണ്ടല്ലോ, ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലങ്ങളെക്കാൾ മറ്റൊരു 10നും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നില്ല എന്ന് ശഫീഉൽ വറ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് മുത്തനബി പറയുന്നത് നോക്കൂ, യഅദിലു സിയാമ കുല്ല യൗമിൻ മിൻഹാ ബിസിയാമിസ് സനത്തിൻ. ഈ 10 ദിനരാത്രങ്ങളുണ്ടല്ലോ, അതായത് ദുൽഹിജ്ജ 1 മുതൽ 9 കൂടിയ ദിവസങ്ങളിൽ ഒരാൾ 1 മുതൽ 8 വരെ നോമ്പനുഷ്ഠിച്ചാൽ ഒരു നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഒരു വർഷം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ് ദുൽഹിജ്ജയിലെ ഒരു നോമ്പനുഷ്ഠിച്ചാൽ അല്ലാഹു കൊടുക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയമുള്ള മുഅ്മിനേ, മുത്തുനബി പഠിപ്പിക്കുകയാണ്, ദുൽഹിജ്ജ 9 അത് അറഫാ ദിനമാണല്ലോ, അന്നത്തെ നോമ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്, 2 വർഷം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലവുമാണ്. ഇത് ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനേ, മനസ്സിലാക്കണേ, വല്ലാത്ത ശ്രേഷ്ഠതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഒരാൾ 9 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ 10 വർഷം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ 8 നോമ്പനുഷ്ഠിച്ചാൽ 8 വർഷം നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം, ഇനി 9ന്റെ നോമ്പനുഷ്ഠിച്ചാലോ 2 വർഷത്തിന്റെ പ്രതിഫലവുമാണ് നൽകുന്നത്. അങ്ങനെ 10 വർഷത്തിന്റെ പ്രതിഫലം ഈ 9 നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകൾക്ക് രേഖപ്പെടുത്തുമെന്ന് ശഫീഉൽ വറ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹദീസ് കഴിഞ്ഞിട്ടില്ല, വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ, അന്നത്തെ ആ 9 ദിവസങ്ങളുണ്ടല്ലോ, ദുൽഹിജ്ജ 1 മുതൽ 9 കൂടിയ ദിവസങ്ങളുണ്ടല്ലോ, അന്നത്തെ രാത്രികളിൽ ഒരാൾ നിന്ന് നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രതിഫലം ആ മനുഷ്യനെ രേഖപ്പെടുത്തുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനേ, അല്ലാഹു ആദരിച്ച മാസമാണ്, അല്ലാഹു ബഹുമാനിച്ച മാസമാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത പ്രതിഫലങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നോമ്പിന് മാത്രമല്ല പ്രതിഫലം കിട്ടുന്നത്, നിസ്കരിച്ചാൽ മാത്രമല്ല. ഈ 9 ദിവസങ്ങളിൽ 1 മുതൽ ദുൽഹിജ്ജ 1 മുതൽ 9 കൂടിയ ദിവസങ്ങളിൽ ഒരാൾ സ്വതക്ക നൽകിയാൽ, ഒരു പാവപ്പെട്ടവൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരാൾ സ്വതക്ക കൊടുത്താൽ, പ്രവാചകന് സ്വതക്ക കൊടുത്തതിന്റെ പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുക എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. ഇനി ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ ഔലിയാക്കളെ സന്ദർശിച്ചതിന്റെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഒരു മയ്യത്തിനെ, ഒരു ജനാസയെ ഒരാൾ അനുഗമിച്ചാൽ ശുഹദാക്കളുടെ ജനാസ അനുഗമിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്നാണ്. ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യനെ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ വസ്ത്രം വാങ്ങി കൊടുത്താൽ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 വസ്ത്രം കൊണ്ട് അവനെ ആദരിക്കുമെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, ഒരു യതീം മക്കൾ ഒരാൾ തലയോടിയാൽ
അവന്റെ തലയിലൂടെ ഇങ്ങനെ തലയോടി അവനെന്ന് ആശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ അർശിന്റെ വിഭാഗത്തിൽ ആ മനുഷ്യനെ രേഖപ്പെടുത്തുമെന്നാണ്. ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, ദുൽഹിജ്ജ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ഒരാൾ ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുത്താൽ, അമ്പിയാക്കളുടെ മജ്‌ലിസിൽ, അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ രേഖപ്പെടുത്തുമെന്ന് ശഫീഉൽ വറ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള മുഅ്മിനെ, ഓരോ നന്മക്കും വലിയ വലിയ പ്രതിഫലങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 കൂടിയ ദിനരാത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കരഗതമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹദിയായ ഹഫ്സ ബിബി റളിയല്ലാഹു തആല പറയുകയാണ്, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദുഹുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 4 കാര്യങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നില്ല. 4 കാര്യങ്ങൾ നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടില്ല. ഒന്നാമതായി പറയുന്നത് സിയാമു യൗമു ആശുറ, മുഹറം 10 നോമ്പ് നബി തങ്ങൾ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ പറയുന്നുണ്ട് വഅശറു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിലെ നോമ്പിനെയും അല്ലാഹുവിന്റെ റസൂൽ ഒഴിവാക്കിയിട്ടില്ല എന്ന് മഹദിയായ ഹഫ്സ ബിബി റളിയല്ലാഹു തആല പറയുകയാണ്. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ, വസലാസത അയ്യാമിൻ മിൻ കുല്ലി ശഹരി, എല്ലാ മാസത്തിലും 3 നോമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുക്കാറുണ്ട് എന്ന് ഹഫ്സ ബിബി റളിയല്ലാഹു തആല പറയുകയാണ്. ഏതാണ് എല്ലാ മാസങ്ങളിലും 3 നോമ്പ് അനുഷ്ഠിക്കല്? അയ്യാമുൽ ബീർ 13, 14, 15 ദിവസങ്ങളിലായിട്ട് ഹബീബായ തങ്ങൾ എല്ലാ മാസവും നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് എന്ന് ഹഫ്സ റളിയല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ കാര്യം, മുത്തുനബിയുടെ ജീവിതത്തിൽ ഒഴിവാക്കാത്ത 4ാമത്തെ കാര്യം എന്താണെന്നറിയോ, വറകഅതൈനി ഖബ്ലൽ ഫജ്രി, സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഹഫ്സ ബിബി റളിയല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ള മുഅ്മിനെ, ദുൽഹിജ്ജയുടെ പവിത്രത പറയുന്നുണ്ട് മഹാനായ സുഫിയാൻ തൗരി റളിയല്ലാഹു തആല അൻഹു. എന്താണെന്നറിയോ, ദുൽഹിജ്ജ മാസം പിറവി ദർശിക്കുന്ന സമയം, അന്നത്തെ രാവുണ്ടല്ലോ, അന്നത്തെ രാത്രി അതാ സുഫിയാൻ തൗരി റളിയല്ലാഹു തആല അൻഹ ബസറയിലേക്ക് കടന്നു പോവുകയാണ്. എന്തിനാണെന്നറിയുമോ, മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ബസറയിലേക്ക് കടന്നുപോയി. അങ്ങനെ രാത്രിയിൽ ഒരു ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഖബർ വല്ലാതെ പ്രകാശിക്കുന്നത് സുഫിയാൻ തൗരി റളിയല്ലാഹു തആല കാണുകയാണ്. ഈ സമയത്ത് റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഈ ഖബറിൽ ഇത്രമാത്രം പ്രകാശം നീ കൊടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ഒരു അശരീരി കേൾക്കുകയാ, സുഫിയാനെ ഈ ദുൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിൽ അന്നത്തെ ആ രാവുകളെ ഉപയോഗപ്പെടുത്തിയാൽ നിന്റെ ഖബറും ഇതുപോലെ പ്രകാശിക്കുമെന്നുള്ള അശരീരി സുഫിയാൻ തങ്ങൾ കേട്ടു എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധ്യമാകും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനെ, ദുൽഹിജ്ജ 1 മുതൽ 10 കൂടിയ ദിനരാത്രങ്ങൾ രാവും പകലും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഫജ്റിലൂടെ പറയുന്നുണ്ട്, വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. അല്ലാഹു സത്യം ചെയ്തു പറയുന്നത് മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അത് ദുൽഹിജ്ജയുടെ രാവിലെയും പകലിനെയുമാണ് പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങളായ തഫ്സീറിന്റെ പണ്ഡിതന്മാർ നമ്മെ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനെ, എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത് പരമാവധി ഇബാദത്തുകൾ കൊണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂസാ നബി അലൈഹിസ്സലാം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പക്ഷേ ദുആക്ക് ഉത്തരം കിട്ടിയില്ല. ഈ സമയത്ത് അല്ലാഹുവിനോട് ചോദിക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നില്ല. എന്റെ ചോദ്യത്തിന് എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ ഞാൻ എന്ത് ദിക്ർ ചൊല്ലിയിട്ടാണ് റബ്ബേ നിന്നിലേക്ക് സമർപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുകയാണ്, മൂസാ, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുക. അത് ദുൽഹിജ്ജ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിലായിട്ടാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് എന്നിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്താൽ നിന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ, ഇത് എനിക്ക് മാത്രമുള്ള ഓഫറാണോ
അതല്ലാതെ മറ്റുള്ളവർക്കും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ദുൽഹിജ്ജ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിലായിട്ട് ഒരാൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് എന്നിലേക്ക് ദുആ ചെയ്താൽ ഈ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ മനുഷ്യൻ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു തുലാസിലും ആകാശവും ഭൂമിയും മറുതുലാസിലുമിട്ട് തൂക്കിയാൽ ഇവൻ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനാണ് പവർ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു എന്ന ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധ്യമാകും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള ആഫിയത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആ ദിവസങ്ങളിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കുമാറാവട്ടെ. ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖും ആരോഗ്യവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ കർമ്മങ്ങളും നല്ല രീതിയിൽ നിർവഹിക്കാൻ, അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ നിർവഹിക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ദുൽഹിജ്ജ 1 മുതൽ 10 കൂടിയ ദിവസങ്ങളിലായിട്ട് ഉളഹിയ്യത്തിന്റെ മൃഗത്തിനെ കണ്ടാൽ തക്ബീർ ചൊല്ലലും സുന്നത്തുണ്ട്. അത് അല്ലാഹു അക്ബർ എന്ന് കൂടുതൽ ചെല്ലേണ്ടതില്ല. ഒരു മൃഗത്തിനെ കണ്ടാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതിനും പ്രതിഫലം കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ചെറിയ അമലുകൾ കൊണ്ടൊക്കെ വലിയ വലിയ പ്രതിഫലങ്ങൾ കരഗതമാക്കുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.